നമസ്കാരം. നമ്മുടെ മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് സുജിത് ഭട്ടൻ എന്ന് പറഞ്ഞ അതുല്യ പ്രതിഭ കടന്നു വന്നിട്ട്, കാരണം അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം യൂട്യൂബ് ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം, പോപ്പുലർ ആകുന്ന ഒരു കാലഘട്ടം തൊട്ട് 2010 തൊട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ബ്ലോഗർ എന്ന് തന്നെ പറയാം. കാരണം ഇദ്ദേഹത്തിന്റെ വീഡിയോകളാണ് ഒരുവിട്ടും തലമുറകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് പോലെ തന്നെ ഈ ട്രാവൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഇതുപോലത്തെ ചാനലുകൾക്ക്, ഉദാഹരണത്തിന് ഈ സുജിത് ഭട്ടിന്റെ ചാനലിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന ആ വീഡിയോകൾ ഞാൻ എടുത്ത് നോക്കാം. ഞാനിതിൽ സൈഡിൽ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കാം, ഇതിലിട്ടിട്ട് കാണിക്കാം. കാരണം ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് ഏറ്റവും കൂടുതൽ ഈ കാഴ്ചക്കാരുണ്ടായിരുന്നത് ഈ ട്രാവൽ ബ്ലോഗുകളാണ്. ഇപ്പൊ പതുക്കെ പതുക്കെ യൂട്യൂബിലെ ട്രെൻഡും ആളുകളുടെ ആ ഒരു കാഴ്ചക്കാരുടെ ഇതും കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ സുജിത് ഭട്ടിന്റെ വീഡിയോകളുടെ അളവ് കാണുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ എണ്ണം കുറഞ്ഞ്, വ്യൂവേഴ്സ് കുറഞ്ഞ് ഇപ്പോൾ ഒരു 66,000. ഇപ്പൊ കുറഞ്ഞ 3-4 ദിവസം മുമ്പ് അദ്ദേഹം ഇട്ടേക്കുന്ന വീഡിയോ 66,000 പേര് കണ്ടത്. അങ്ങനെ ഗണ്യമായി കുറവാണ് അദ്ദേഹത്തിന് വരുന്നത്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം കാറിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുന്നതാണ് കാണിച്ചത്. ഒരു ഐലൻഡിൽ പോയപ്പോഴാണ്. അപ്പൊ അദ്ദേഹം പറയുണ്ടായി, ഇപ്പോൾ ഈ കാഴ്ചക്കാരുടെ എണ്ണം കുറയുമ്പോഴത്തേക്കും ഇതുപോലെ ഇന്റർനാഷണൽ ട്രിപ്പുകൾ വെക്കുന്ന ആളുകൾ സുജിത് ഭട്ടിനെ പോലെ, അല്ലെങ്കിൽ സുജിത് ഭട്ടൻ തന്നെ ഇന്റർനാഷണൽ ട്രിപ്പുകൾ നടത്തുമ്പോൾ ഒത്തിരി ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അപ്പൊ അത്രയും ഒരു വരുമാനം ഇതിലേക്ക് കുറയാൻ തുടങ്ങി. കാരണം നേരത്തെയൊക്കെ സുജിത് ഭട്ടിന്റെ വീഡിയോകൾക്ക് 2.5-3 ലക്ഷം പേരൊക്കെ കണ്ടുകൊണ്ടിരുന്നിടത്ത് ഇപ്പൊ കുറഞ്ഞു 1.20, 80,000, 60,000 ഇങ്ങനെ ഗ്രാഫ് താഴാൻ തുടങ്ങി. അത് ഈ കാഴ്ചക്കാരുടെ ആ ഒരു ട്രെൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രാ ചാനലുകളിൽ എന്താ പറയണ്ട, ഒരുപാട് ചാനലുകൾ വന്നു, കോമ്പറ്റീഷൻ ഭയങ്കരമായി. അപ്പം കൂടുതൽ രസകരമായ വീഡിയോകളുടെ പുറകെ ആളുകൾ പോകുന്നു, ട്രാവൽ വീഡിയോ കാണുന്നത് കുറഞ്ഞു. അങ്ങനെ ട്രെൻഡ് കുറഞ്ഞ് അപ്പൊ സുജിത് ഭട്ടിന് തന്നെ ഒരു സംശയമായി, എന്ത് ചെയ്യണം. കാരണം ഒത്തിരി വിദേശയാത്രകളാണ് പുള്ളിയുടെ ഇഷ്ടവും പാഷനും, അത് ചെയ്യുന്നതും പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ചാനൽ നിർത്താതെ തന്നെ ഇത് ഇങ്ങനെ ഒരു ഇതാണ്. ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബ് മേഖലയിൽ പൈസ ഉണ്ടാക്കിയതും സുജിത് ഭട്ടിനാണ്. അപ്പം കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ റവന്യൂയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സ്ട്രാറ്റജി പുള്ളി പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് പുള്ളി ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ എന്ന് പറഞ്ഞ് പുതിയ ചാനൽ തുടങ്ങിയത്. അത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു വളർച്ചയാണ്. അത് നമുക്ക് എല്ലാവർക്കും, യൂട്യൂബ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇദ്ദേഹം ഒരു ട്രിപ്പ് ഗൾഫ് മേഖലയിലോ മിഡിൽ ഈസ്റ്റിലോ പോയി ട്രാവൽ ചെയ്യുന്ന ബ്ലോഗ് എടുക്കുന്നതിന് പകരം അതിനോടൊപ്പം തന്നെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാൾ 2 ഇരട്ടി ഈ ട്രാവൽ വീഡിയോയിനെ കിട്ടുന്നതിനേക്കാൾ, അത് ഞാൻ പുള്ളിയുടെ ബ്രോഡ്കാസ്റ്റ് സൈഡിൽ കാണിക്കാം. ഈ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ പുള്ളിക്ക് കിട്ടുന്ന ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇപ്പം ബ്രോഡ്കാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് ഡബിൾ ഏണിങ്സ് ആണ്. അങ്ങനെ ഒരുപാട് ചാനലുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഈ പുതിയതായിട്ട് വന്ന ചാനലുകളല്ല, കഴിഞ്ഞ ഒരു 10 വർഷമായ അല്ലെങ്കിൽ 5 വർഷമായിട്ടുള്ള ചാനലുകൾ എല്ലാ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നിലനിൽക്കണ്ട അല്ലേ, ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. കാരണം വരുമാനം കൂട്ടിയേ പറ്റൂ. പല മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ പല സ്ട്രാറ്റജികളിലൂടെ ഇത് ചെയ്തുകൊണ്ടിരുന്നേ മതിയാവുള്ളൂ. പുതിയ പുതിയ ഐഡിയാസ് പങ്കെടുപ്പിച്ച് പുതിയ പുതിയ സംഭവങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ സുജിത് ഭട്ടൻ സംഗീയ എന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാണുകയുണ്ടായി. എന്തും ആയിക്കോട്ടെ, ഈ അങ്ങനെ ഒരാളെ തേജോവധം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായ മതമുണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായ ഫാമിലി ഉണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് ഒരു സംഗീതം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ചാനലുകളിൽ ഒരിക്കലും സംഗീയുടെ ഒരു വർത്താനൊന്നും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ അത്രയും വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേറൊരു മെയിൻ ചാനലുണ്ട്, ആ ചാനൽ ഞാൻ കുറേ വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അങ്ങനെ ഒരു സംഖ്യയാണെങ്കിൽ ഒരിക്കലും ഇത്രയും ആളുകൾ പുള്ളിയുടെ ഇത് കാണുള്ളൂ. ഭയങ്കര വെറുപ്പിക്കലാണെങ്കിലും ഇത് അധികം ആളുകൾ കാണൂല, അങ്ങനെ ഒരു വിഷയം ഇല്ല. പക്ഷേ ആളുകൾക്ക് റോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സബ്ജക്റ്റിന് വേണ്ടി ഇങ്ങനെ പരക്കം പായുന്ന കാലത്ത് സുജിത് ഭട്ടിനെ എടുത്തിട്ട് അലക്കി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സുജിത് ഭട്ടിന്റെ ഗ്രാഫ് കുറയുമെന്ന് തോന്നിയിട്ട് പുള്ളി സ്ട്രാറ്റജി മാറ്റി പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് പുതിയ ചാനലിലേക്ക് ഇന്റർവ്യൂകൾ മാത്രമായിട്ട്, അത് തന്നെ ഇപ്പോഴത്തെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് യുഗമായി അല്ലെ. ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ, ഒത്തിരി പേര്. ആദ്യം കാർത്തിക് സൂര്യ ആയിരുന്നു ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു.
ആ ഒരു കൺസെപ്റ്റ് ആദ്യം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ യൂട്യൂബ് ബ്ലോഗറാണ്. പിന്നെ അവിടുന്ന് ഒരുപാട് പേര് ഇത് തുടങ്ങി. ഇതിന്റെ ഒരു അനന്ത സാധ്യത ഭയങ്കരമാണ്. ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അങ്ങനെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ്. ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഈ സുജിത് ഭട്ടിന്റെ ചാനലിന്റെ ഈ അവസ്ഥ പെട്ടെന്ന് അയാള് അത് തിരിച്ചു പിടിച്ചു. ഈ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയിലൂടെ, പുതിയൊരു ചാനലിലൂടെ. അപ്പൊ നമുക്കും അത് ഉൾക്കൊള്ളണം. നമ്മളും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ ഐഡിയാസ് കണ്ടുപിടിച്ചുകൊണ്ട് യൂട്യൂബ് മേഖലയിൽ ഒത്തിരി വളർച്ച ഉണ്ടാകും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇത് കാണാൻ വരുന്നവരൊക്കെ ഈ സുജിത് ഭട്ടിന്റെ എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ വേണ്ടി വരുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ സുജിത് ഭട്ടിന്റെ ഒരു നെഗറ്റീവും പറയാൻ വേണ്ടിയുള്ള വീഡിയോ അല്ല. അദ്ദേഹത്തിന്റെ ഒരു വളർച്ച, കാരണം പലരുടെയും ഒരു, ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതിനേക്കാൾ ഒരു 3-4 കൊല്ലം മുമ്പേ സുജിത് ഭട്ടിനൊക്കെ ചാനൽ തുടങ്ങി. അപ്പൊ അവരുടെയൊക്കെ ചാനൽ നമ്മൾ കണ്ട് വളർന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയത്. എന്റെ നാട്ടുകാരുണ്ട് ഡോട്ട് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഡോട്ട് ഗ്രീൻ, ആ പുള്ളിയുടെയൊക്കെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ മറ്റു ചാനലുകൾ ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു ചാനൽ എന്ന രീതിയിൽ എല്ലായിടത്തും ചാനലാണ്, ഇഷ്ടംപോലെ ചാനലാണ്. അതിൽ റീച്ച് കിട്ടുന്നതൊക്കെ വളരെ കുറവാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് മുടക്കി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അൽഗരിതം അല്ലെ, യൂട്യൂബിന്റെ ഓരോ അൽഗരിതം എന്നൊക്കെ പറഞ്ഞ ആ വാക്ക് പറഞ്ഞാൽ മനസ്സാവുന്നില്ല. യൂട്യൂബുമായി റിലേറ്റ് ചെയ്ത് നടത്തുന്നത്, നമ്മളൊരു ഹീറോ ആയിട്ട് വേണം യൂട്യൂബിനെ കാണാൻ അല്ലെ. യൂട്യൂബിൽ നമ്മളെ കാണിക്കുമ്പോഴും ഒരു ഹീറോ പോലെ പരിവേഷം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ കാണുള്ളൂ. ആളുകൾക്ക് എപ്പോഴും ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് വേണ്ടത്. പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ കാഴ്ചകൾ, ഇതെല്ലാം പുതിയൊരു പാറ്റേൺ ആണ് വേണ്ടത്. ഓരോ പുതിയ മാറ്റങ്ങൾ വരുമ്പോഴും അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ വീഡിയോകൾ എല്ലാവരും ചെയ്യുക. അപ്പൊ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.